ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി നായകനായി GBM സംവിധാനം ചെയ്ത് ഇന്നലെ ജനുവരി 23 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ആദ്യ അവസാനം കോമഡി നിറഞ്ഞ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഈ സിനിമയിൽ ഗോകുൽ സുരേഷ്, വിജയ് വെങ്കടേഷ്, സുസ്മിത ഭട്ട്, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, വിനീത്, വിജയ് ബാബു, സിദ്ദീഖ്, ലെന, ഷൈം ടോം ചാക്കോ എന്നിങ്ങനെ വളരെ മികച്ച താരനിരയും അണിനിരന്നിട്ടുണ്ട്. ചിത്രം എല്ലാ മേഖലയിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. പ്രീസെയിൽ കളക്ഷനായി കേരളത്തിൽ നിന്ന് 57 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ 1,85 ലക്ഷം രൂപയായിരുന്നു. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. എങ്കിലും ചിത്രം ആദ്യ ദിവസം 4.5 കോടിയോളം രൂപ നേടിയെടുക്കാനുള്ള സാധ്യത റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 1 കോടി റേഞ്ചിലാണ്. സ്വാഭാവികമായിട്ടും ഒരു വർക്കിംഗ് ദിനം എന്ന നിലയിൽ മിക്കവാറും എല്ലാ സിനിമകൾക്കും ഇങ്ങനെ കളക്ഷൻ കുറയാറുണ്ട്. അതേസമയം രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ വിദേശ കളക്ഷന് വർധനവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. UAE, GCC രാജ്യങ്ങളിൽ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയിൽ കളക്ഷൻ കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്നായിരുന്നു ഈ സിനിമ തിയേറ്ററിലെത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇന്നും ഈ സിനിമയ്ക്ക് 4-4.5 കോടി റേഞ്ചിൽ കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2 ദിവസം പിന്നിടുമ്പോൾ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ഈ മമ്മൂട്ടി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി 8.5-9 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവർ പ്രധാന താരങ്ങളായി ജോഫിൻ ചാക്കോ സംവിധാനം ചെയ്ത് ജനുവരി 9 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുന്ന സിനിമയാണ് രേഖാചിത്രം. ചിത്രത്തിന്റെ 3ാമത്തെ വെള്ളിയാഴ്ച കൂടിയായ 16ാം ദിവസമാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. ബുധനാഴ്ച വരെയുള്ള ആദ്യ 14 ദിവസം കൊണ്ട് ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 22 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്യുന്നത്. 14 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 50 കോടിക്ക് മുകളിലുമായിരുന്നു. 15ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 30 ലക്ഷത്തോളം രൂപയായിരുന്നു. അതേസമയം 16ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കളക്ഷനിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് 35 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. നിലവിൽ ഈ സിനിമ കേരള കളക്ഷനായി കളക്ട് ചെയ്തിരിക്കുന്നത് 22 കോടി 80 ലക്ഷത്തോളം രൂപയാണ്. ഈ സിനിമയുടെ 16 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 51 കോടി 50 ലക്ഷത്തോളം രൂപയുമാണ്. ഈ 2025 ജനുവരിയിലെ ആദ്യ മലയാള ചിത്രമാണ് ഐഡന്റിറ്റി. ടോവിനോ തോമസ് നായകനെ, അഖിൽ പോൾ, അനസ് ഖാൻ എന്നിങ്ങനെ ഇരുവർ ചേർന്ന് തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ ജനുവരി 2-നായിരുന്നു തിയേറ്ററിലെത്തിയത്. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഐഡന്റിറ്റി 2025 ആദ്യ വിജയ സിനിമയായി മാറും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ചിത്രം ഫൈനൽ റണ്ണിലേക്ക് അടുക്കുമ്പോൾ പരാജയമാണ് സംഭവിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ഈ ബുധനാഴ്ച വരെയുള്ള 21 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് 8 കോടി 75 ലക്ഷം രൂപയാണ്. 21 ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 11 കോടി 65 ലക്ഷം രൂപയുമാണ്. വിദേശ കളക്ഷനായി ഐഡന്റിറ്റി കളക്ട് ചെയ്തിട്ടുള്ളത് 5 കോടി 35 ലക്ഷം രൂപയുമാണ്. ടോട്ടൽ 17 കോടിയോളം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഈ സിനിമയുടെ OTT അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ജനുവരി 31 C5 പ്ലാറ്റ്ഫോം വഴി ഈ ചിത്രത്തിന്റെ OTT റിലീസ് പൂർത്തിയാക്കുന്നതാണ്. ബേസിൽ ജോസഫ് നായകനായി ജ്യോതി ശങ്കർ സംവിധാനം ചെയ്ത് ഈ ജനുവരി 30 തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് പൊന്മാൻ. സജിൻ ഗോപു, ലിജോ മോൾ ജോസ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ഈ ചിത്രം നേരത്തെ ഫെബ്രുവരി 6-നായിരുന്നു റിലീസിംഗ് നിശ്ചയിച്ചിരുന്നത്. ഇന്ന് ഈ സിനിമയുടെ ഏറ്റവും പുതിയ ഒരു ഗാനം റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആവി പോലെ പൊങ്ങണത് ഈ പക എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിന് മികച്ച റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ജനുവരി 24 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് അൻപോട് കൺമണി. അർജുൻ അശോകൻ, അനഘ നാരായണൻ എന്നിവർ പ്രധാന താരങ്ങളായി ലിജോ തോമസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. സിനിമ ആവറേജ് എബോ ആവറേജ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത്. എന്നാൽ സിനിമയ്ക്ക് വേണ്ടത്ര കളക്ഷനോ ബുക്കിംഗോ നിലവിൽ ലഭിച്ചിട്ടില്ല. നിലവിൽ ബുക്ക് മൈ ഷോ ട്രെൻഡിങ്ങിലും ഈ സിനിമ വന്നിട്ടുമില്ല. സമീപകാലത്ത് അർജുൻ അശോകന്റേതായി തിയേറ്ററിലെത്തിയ 2 മലയാള സിനിമകൾ ആനന്ദ് ശ്രീബാല എന്ന് സ്വന്തം പുണ്യാളൻ മികച്ച അഭിപ്രായം നേടിയെടുത്തിരുന്നു. എന്നാൽ ബോക്സ് ഓഫീസിൽ ഈ 2 സിനിമകളും പരാജയമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ധ്യാൻ ശ്രീനിവാസൻ റേഞ്ചിൽ അർജുൻ അശോകനും എത്തപ്പെട്ടോ എന്ന സംശയം പലർക്കുമുണ്ട്. ഇങ്ങനെ ആഴ്ചകൾ തോറും സിനിമകൾ തിയേറ്ററിലെത്തി വൻ പരാജയമേറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഗുണകരമാണോ എന്ന് അവർ തന്നെയാണ് പരിശോധിക്കേണ്ടത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.